പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇല്യ ഡ്രാഗ്നോവ് എന്ന താരത്തിൻ്റെ WWE തിരിച്ചറിവിനോട് അനുബന്ധിച്ച് നമുക്കൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. ഇല്യ ഡ്രാഗ്നോവിന് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തോട് കൂടിയിട്ടാണ് വലിയ ഒരു ഇഞ്ചുറി നേരിടേണ്ടി വന്നത്. ഒരു ലൈവ് ഇവൻറ്റിൽ ഒരു ഹൗസ് ഷോയ്ക്ക് മത്സരത്തിൻ്റെ ഇടയിലാണ് ഇല്യ ഡ്രാഗ്നോവിന് ഈ ഒരു ഇഞ്ചുറി നേരിടേണ്ടി വന്നത്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് പിന്നീട് വന്ന റോ എപ്പിസോഡിൽ കമൻറ്റേറ്റേഴ്സ് പങ്കുവെച്ചു. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്ന് അവർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇല്യ ഡ്രാഗ്നോവിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഈ വർഷം നമുക്ക് താരത്തിൻ്റെ റിട്ടേൺ കാണാൻ സാധിച്ചേക്കാം. പക്ഷേ ജൂലൈ മാസത്തിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇല്യ ഡ്രാഗ്നോവിൻ്റെ തിരിച്ചറിവിന് കുറേയധികം കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. മുൻ NXT ചാമ്പ്യൻ ആയിരുന്ന താരം ജൂലൈ മാസത്തോട് കൂടിയിട്ടുള്ള ഒരു തിരിച്ചറിവ് നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാറുകളിൽ ഒരാളായ ആസ്കയുടെ തിരിച്ചറിവിനോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ആസ്കയും ഇതുപോലെ തന്നെ ഇഞ്ചുറി മൂലമാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. ആസ്കയുടെ തിരിച്ചറിവിനെ സംബന്ധിച്ചുള്ള ഒരു ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് റസൽമീനിയ 41 ശേഷം എന്നുള്ളതാണ്. റസൽമീനിയ 41 ശേഷം എപ്പോൾ വേണമെങ്കിലും ആസ്കയുടെ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു റൂമറാണ് ഇപ്പോൾ കേൾക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു മാസമൊന്നും നമുക്ക് ആസ്കയുടെ തിരിച്ചറിവിനോട് അനുബന്ധിച്ച് എവിടെയും കേൾക്കാൻ സാധിക്കുന്നില്ല. താരത്തിൻ്റെ ഇഞ്ചുറി മാറി എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ പോലും തിരിച്ചറിവ് ഇതുവരെ നടന്നിട്ടില്ല. റസൽമീനിയയിൽ യാതൊരുവിധ പദ്ധതിയും ആസ്കക്ക് ഇതുവരെ തയ്യാറാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആസ്കയെ തിരികെ കൊണ്ടുവരാത്തത് എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു. എന്തായാലും ആസ്കയുടെ തിരിച്ചറിവ് റസൽമീനിയ 41 കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി. മൂന്നാമത്തെ അപ്ഡേറ്റ് പുതിയ ബുള്ളറ്റിൻ വന്നപ്പോൾ അതിലെ ഒരു അംഗമായിരുന്ന ടാങ്ക ലോവ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ടാങ്ക ലോവയുടെ കാലിന് സർവൈവർ സീരീസ് വാർ ഗെയിംസിലാണ് ഇഞ്ചുറി പറ്റിയത്. ടാങ്ക ലോവയുടെ തിരിച്ചുവരവ് എന്ന് നടക്കുമെന്ന് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയ് മാസത്തിൽ ടാങ്ക ലോവയുടെ തിരിച്ചുവരവ് നടന്നേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു റൂമറും തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചോദ്യചിഹ്നമാണ്, റൂമർ മാത്രമാണ്. ടാങ്ക ലോവയുടെ ഈ ഒരു വരവ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി ലൈനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നാലാമത്തെ അപ്ഡേറ്റ് ബോക്സിംഗിലെ ഇതിഹാസ താരമായ മൈക്ക് ടൈസന്റെ WWE തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് വ്യക്തി പങ്കുവെക്കുന്ന ചില പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ്. ഒരു ഇൻ്റർവ്യൂവിൽ മൈക്ക് ടൈസനോട് WWE തിരികെ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട് എന്നും റിങ്ങിൽ കയറിയിട്ട് 1-2 പഞ്ചുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതും മൈക്ക് ടൈസൺ പറയുന്നുണ്ട്. റിങ്ങിൽ കയറി WWE സ്റ്റൈലിൽ പഞ്ചുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് മൈക്ക് ടൈസൺ അറിയിച്ചിരിക്കുന്നത്. ആർക്കെതിരെ മത്സരിക്കാനാണ് ഇപ്പോൾ ആഗ്രഹമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ബാറ്റിൽ റോയൽ കളിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും എല്ലാവരെയും അടിച്ചിടാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതും മൈക്ക് ടൈസൺ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തിലാണ് മൈക്ക് ടൈസൺ ആദ്യമായിട്ട് WWE അപ്പിയറൻസ് നടത്തുന്നത്. അന്ന് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ഷോൺ മൈക്കിൾസ് ആ സ്റ്റോറിയിൽ ഇടപെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് മൈക്ക് ടൈസൺ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോൺ കോൾഡ് സ്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡി ജനറേഷൻ എക്സിൻ്റെ ഭാഗമായിട്ട് 2010 കാലഘട്ടത്തിൽ മൈക്ക് ടൈസൺ പിന്നെയും അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ WWE സംബന്ധിച്ച് ഒരു പുതുമുഖമല്ല, അദ്ദേഹത്തെ WWE സ്റ്റോറി ലൈനിൽ ഉപയോഗിച്ച് പരിചയമുണ്ട്. മൈക്ക് ടൈസനും പ്രവർത്തിച്ച് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഒരു വരവ് അത് സർപ്രൈസ് ആക്കി നടത്തിയാലും അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് കൊണ്ടുപോകാനും സാധിക്കും. മൈക്ക് ടൈസൻ്റെ ഒരു വരവ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ വലിയൊരു ശ്രദ്ധ WWE പ്രോഗ്രാമുകളിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കും. മൈക്ക് ടൈസന് ഇത്തരത്തിലുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ട്രിപ്പിൾ എച്ച് അത് നടത്തി കൊടുക്കാനും സാധ്യതയുണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ് കെരൺ ക്രോസ് എന്ന് പറയുന്ന മുൻ ഫൈനൽ ടയസ്റ്റ്മെൻറ്റ് ഫാക്ഷൻ്റെ ലീഡറായ താരത്തിൻ്റെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ആണ്. ഫൈറ്റൽ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ കെരൺ ക്രോസിൻ്റെ കോൺട്രാക്റ്റിൻ്റെ 1 വർഷം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് അവർ പങ്കുവെക്കുന്നത്. കെരൺ ക്രോസ് കോൺട്രാക്റ്റ് പുതുക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത ലഭ്യമായിട്ടില്ല എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ കെരൺ ക്രോസിന് പറയത്തക്ക മത്സരങ്ങളോ കൃത്യമായിട്ടുള്ളൊരു സ്റ്റോറിയോ അവർ കാണിക്കുന്നില്ല. ചില ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളൊക്കെ കൊടുത്ത് താരത്തിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും മത്സരങ്ങളൊന്നും അവർ റോയിലോ സ്മാക്ക് ഡൗണിലോ ഒരു വീക്ക്ലി എപ്പിസോഡിലോ കൊടുക്കുന്നില്ല. വീക്ക്ലി എപ്പിസോഡിൽ മത്സരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലും കെരൺ ക്രോസിൻ്റേതായിട്ടുള്ള യാതൊരുവിധ മത്സരങ്ങളോ സെഗ്മെൻറ്റോ നമുക്ക് കാണാൻ സാധിക്കാറില്ല.
കിരൺ ക്രോസ് കോൺട്രാക്റ്റ് പുതുക്കുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. കിരൺ ക്രോസിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റീൻസിനെ തേച്ചുകൊണ്ട് പോൾ ഹേമൻ CM പങ്കിൻ്റെ കൂടെ പോകുമോ? പല കൂട്ടുകാർക്കുമുള്ളൊരു സംശയമാണ്. റോമൻ റീൻസിനെ ചതിച്ച് CM പങ്കിൻ്റെ കൂടെ പോകാനുള്ള പോൾ ഹേമൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു നമുക്ക് സ്മാക്ക് ഡൗണിൽ ഇക്കഴിഞ്ഞ ആഴ്ച കാണാൻ സാധിച്ചത്. അത് എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇനി പങ്കുവെക്കുന്നത്. റോമൻ റീൻസിനെ ചതിച്ചുകൊണ്ട് പോൾ ഹേമൻ CM പങ്കിൻ്റെ കൂടെ പോകാൻ നിലവിൽ യാതൊരുവിധ സാധ്യതയുമില്ല. നിലവിൽ CM പങ്ക് പക്ക ഒരു നായകൻ ടൈപ്പ് റോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫേസ് ക്യാരക്ടറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോൾ ഹേമനെ പോലെ കൂടുതലും ഹീലായിട്ടുള്ള റെസ്ലേഴ്സിനെ മാനേജ് ചെയ്ത് വരുന്ന മാനേജറെ കൊണ്ടുപോയി ഇട്ടാൽ പങ്കിൻ്റെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടറിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. റോമൻ റീൻസിൻ്റെ നിലവിൽ ക്യാരക്ടർ അത് ഫേസും ഹീലും ചേർന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബ്രോക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം ചെയ്തിരുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് നിലവിൽ റോമൻ റീൻസ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ പോൾ ഹേമൻ്റെ ഒരു മാനേജീരിയൽ റോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈസ് മാൻ എന്ന് പറയുന്ന റോള് കൃത്യമായിട്ടുള്ളൊരു ഘടകമാണ്. എന്നാൽ പങ്കിൻ്റെ കൂടെ പോൾ ഹേമന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ലോജിക്കില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ഒരു സ്റ്റോറിയിൽ റോമനെ ചതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റോമനെ തേച്ചുകൊണ്ട് CM പങ്കിൻ്റെ കൂടെ പോൾ ഹേമൻ പോകാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.